നമ്മൾ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന, പ്രത്യേകിച്ച് പുതിയ തലമുറ വിദേശങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പൊളിറ്റിക്കലി വളരെ പ്രസക്തമാത്ര ഭാഗമായിട്ട് തന്നെ സംസാരിക്കാവുന്ന ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ സർക്കാരും വിദ്യാർത്ഥിനികളും മാതാപിതാക്കളും ഒക്കെ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയവും സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. വളരെ സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിനൊത്ത് അത്തരം രീതിയിലൊരു ഇടപെടൽ നടത്തുന്നു എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു വളരെ വ്യത്യസ്തമാക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ഗസ്റ്റ് ഉണ്ട്, അവരോടാണ് ചോദിക്കേണ്ടത്. ഞാൻ ഈ സിനിമയുടെ ഒരു പാർട്ടല്ലേ, തീർച്ചയായും അതിനുപരി നിന്നുകൊണ്ട് പ്രേക്ഷകനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിനിമ ഒരുപാട് നല്ല മെസ്സേജുള്ള, നമുക്ക് വളരെ ആനുകാലികമായ ഒരു വലിയ വിഷയമാണ് ഇതിലൂടെ സംവിധായകൻ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കഥാപാത്രം ഇതിൽ പറയുന്നുണ്ട്, കോവിഡ് പോലൊരു മഹാമാരി, ഒരുപക്ഷെ അതിനേക്കാൾ വലുത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉടനീളമുണ്ട്. അതിനെ പ്രതിപാദിക്കുന്നൊരു വലിയ പ്രമേയമാണ്. തീർച്ചയായും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം, നല്ല മനസ്സിലാവും, ഫീൽ ചെയ്യും. ഇത്ര മനോഹരമായിട്ട് സിനിമ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാത്തരം സിനിമകളും കാണണ്ടേ, എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, പക്ഷെ ഇതിനകത്ത് എല്ലാ ഇമോഷൻ നല്ല മെസ്സേജ് ഉണ്ട്. അത് എന്നാൽ പിന്നെ അത് മാത്രമാണോ? അല്ല, ഇതിനകത്ത് നല്ല ഫൈറ്റുണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, കോമഡി സിറ്റുവേഷൻസ് ഉണ്ട്. അതിനോടൊപ്പം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു, നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു നല്ല മെസ്സേജും സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരമാണ്. അത് നമ്മളെല്ലാവരും കണ്ട് ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്ന് വിശ്വസിക്കുന്നു. ഒരു സിനിമ പ്രേമിയോ എന്നുള്ള നിലയിൽ, ഒരു സിനിമ നടൻ എന്നുള്ള നിലയിൽ, എല്ലാ രീതിയിലും ആണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിലും കാണാൻ കഴിഞ്ഞു. നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? സന്തോഷം. മുഖ്യമന്ത്രിനെ അങ്ങനെ കാണാനൊരു ഓപ്ഷൻ ഞാൻ ആദ്യമായിട്ട് കേട്ടോ. ഈ മുഖ്യമന്ത്രിയുടെ വേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്യും. അതെനിക്കൊരു വലിയ എക്സൈറ്റ്മെന്റ് തന്നെയാണ്. അല്ല, അങ്ങനെ ഒരു അതിനെ കാണാൻ വേണ്ടി അവരൊരു അതെ, അതൊരു വളരെ വിദഗ്ധമായിട്ടുള്ള ഇതായിരിക്കും. നല്ല അല്ലേ? നമ്മൾ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു പ്രതീക്ഷയൊക്കെ മനസ്സിൽ കാണുമെങ്കിലും പടം പുറത്തു വരുമ്പോഴത്തേക്ക് കാണുന്നവരുടെ ഒരു അഭിപ്രായമൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സന്തോഷവും സമാധാനമൊക്കെ ആവുന്നത്. സാധാരണ സിനിമയിൽ നിന്നും വ്യത്യാസമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെ ഇന്നത്തെ ഒരു സിനിമയുടെ രീതി വെച്ച് നോക്കുമ്പോൾ വളരെ കുറവല്ലേ അങ്ങനെയൊക്കെയുള്ള സിനിമകൾ. എന്തെങ്കിലുമൊക്കെ കുറേ പേരുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന കാര്യം ഇങ്ങനെ പറയാൻ ആ ഒരു സിനിമ വിജയിക്കുമ്പോഴേ ഒരുപാട് പേർക്ക് കാണാൻ പറ്റുകയും ചിലപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു കാരണമാവുകയൊക്കെ ചെയ്യുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു നല്ല ലക്ഷ്യം അത് വിജയിച്ചു എന്ന് കേൾക്കാനുള്ളൊരു ഇതിലാണ് നമ്മളിങ്ങനെ കാതോർത്ത് നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും നല്ലതെന്ന് പറയാം. എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുകയും അത് നന്നാവുകയൊക്കെ ചെയ്തെങ്കിലെന്നുള്ളതാണ് എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്നത്, ഉണ്ടാക്കുന്നവരും പങ്കെടുക്കുന്നവരും ഒക്കെ. അപ്പോൾ അങ്ങനെ തന്നെ അത് നന്നായി ഭവിച്ചെങ്കിലെന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയൊക്കെ അങ്ങനെയാണ് നമ്മൾ ഇറങ്ങുന്നതും എല്ലാവർക്കും കാണാനും സമാധാനമായിട്ട് അതിൻ്റെ ഒരു വിലയിരുത്താനും ഒക്കെ കഴിഞ്ഞെങ്കിലെന്നുള്ളൊരു പ്രാർത്ഥനയാണ്. തോന്നുന്നു ഈ കാലഘട്ടത്തിലെ ഓരോ ആളുകളും നമ്മുടെ സമൂഹം വളരെ സൂക്ഷ്മമായി വീക്ഷിക്കേണ്ട ഒന്നാണ്. അത് നല്ലൊരു സന്ദേശം നമുക്ക് നൽകുന്ന വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സിനിമയാണ്. അത് എല്ലാവരും കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഇതിനകത്ത് ബിജുമേനോൻ ചെയ്ത ഒരു ക്യാരക്ടർ ജനങ്ങളെ നേരിട്ട് കാണാൻ പറ്റുന്നത്, അതായത് ഒരു സാധാരണക്കാരനെ ജനങ്ങളെ മീറ്റ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റും കൂടി ഇതിനകത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു ഭരണത്തിൽ അത് സാധ്യമായിരുന്നു. അപ്പോൾ
അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഉള്ള നല്ല സന്ദേശങ്ങളാണ് സിനിമയിലുള്ളത്. വളരെ പ്രസക്തിയുള്ള പൊതുപ്രസക്തിയുള്ള വിഷയമുള്ളതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ എപ്പോഴും ആക്സസബിൾ ആവണം എന്നുള്ളത് പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഒരു പുതിയ ടീമിൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ ഒരു വിജയമാണ്. അത് എല്ലാവരും കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കേരളം ഇന്നല്ലെങ്കിൽ നാളെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് ഇവിടെ നന്നായി അവതരിപ്പിച്ചിരിക്കുന്നത് അരുൺ വൈഗ. അത് ടീം വളരെ മനോഹരമായി അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അപ്രായോഗികമായി നടക്കാൻ സാധ്യതയില്ലാത്തതെങ്കിലും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് നന്നായി നമ്മുടെ യൂത്തൊക്കെ നന്നായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. നല്ലൊരു ആശയമാണ്. വൈഗയെ പേഴ്സണലി അറിയാം, കുറേ നാളുകളായിട്ട് പരിചയമുണ്ട്. വൈഗ പറഞ്ഞിരുന്നു ഇങ്ങനൊരു നല്ല ആശയമാണെന്നുള്ളത്. സിനിമ കണ്ടപ്പോൾ അത് ബോധ്യമാകുകയും ചെയ്തു. കാരണം ഇന്നത്തെ സമൂഹത്തിന് പറയേണ്ട ഒരു കഥ തന്നെയാണ്. കാരണം നമ്മളെ ഇവിടുത്തെ തൊഴിലില്ലായ്മയും കുട്ടികൾ പുറത്തേക്ക് പോകുന്നതൊക്കെ സ്ഥിരം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവരനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇങ്ങനൊരു സിനിമ പറയേണ്ടതാണ്. അപ്പോൾ ആ ഒരു ശ്രമത്തിന് മുൻകൈ എടുത്ത വൈകിക്കും ടീമിന് എല്ലാവിധ ആശംസകളും. കാരണം അത്രയും എനിക്ക് തോന്നുന്നു സൊസൈറ്റി ഇത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. പേരൻസ് ആയാലും സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ ഇത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു ആശയം തന്നെയാണ്. ഒരുപക്ഷെ കുറേ നാളുകൾക്ക് മുമ്പ് വന്നൊരു ട്രെൻഡാണ് ഈ UK അബ്രോഡ് പോയി അവർ വൈറ്റ് കോളർ ജോബ് നോക്കുന്നു എന്നുള്ളത്. പക്ഷേ അതിൻ്റെ മറുവശം ആരും കാണാതെ പോകുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് അനുഭവിക്കുന്നവർക്ക് മടിയുമാണ് പറയാൻ. ഇത്ര അപ്പോൾ അതിനെ ശരിക്കും വെളിപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ട് തോന്നി. ഇതിനകത്ത് പറയുന്നത് മറ്റൊരു വലിയൊരു ആശയം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും അവസരങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ അത് കാണാതെ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ അത്തരം ആശയങ്ങൾ കണ്ടെത്താൻ ഈ സിനിമ ഒരു പ്രചോദനമാകുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം അത്രത്തോളം അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് കൃത്യമായ രീതിയിൽ കണ്ടെത്തി വിനിയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം വിദേശത്തേക്ക് പോകണമെന്ന് പറയുന്ന പല ആൾക്കാരുടെ ആഗ്രഹങ്ങൾ എന്തുകൊണ്ടാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. കാരണം നമുക്ക് വേണ്ടപ്പെട്ടവരെ വിട്ടിട്ടാണല്ലോ പലരും പുറത്തേക്ക് പോകുന്നത്. ആ പോകാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഇവിടെ അത്തരം അവസരങ്ങളില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ അത്തരം ആശയങ്ങൾ അല്ലെങ്കിൽ അത്തരം അവസരങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ ആഗ്രഹത്തോടൊപ്പം ഇവിടെ നിന്ന് അവന് സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു അവസരം ഇവിടെ തന്നെ കിട്ടും എന്ന് പറയുന്ന ആശയമാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു ആശയമാണ്. അത് കൃത്യസമയത്താണത് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെല്ലാവരും കണ്ട് ആ സിനിമ വിജയിക്കുന്നതോടൊപ്പം തന്നെ ഇത്രയും വലിയൊരു ആശയങ്ങൾ ജനങ്ങൾക്ക് എത്തുകയും ചെയ്യും. UK-യിലെ അഭിനേതാക്കളിൽ എല്ലാവരും കുറച്ചധികം പുതുമുഖങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ അഭിനയം? എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനൊരു ആശയം പറയാനായിട്ട് ആ ആശയത്തോടൊപ്പം നമ്മൾ സഞ്ചരിച്ചത് ആ ഒരു എനിക്ക് ആ കുട്ടിയുടെ പേര് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയോട് മീനാക്ഷി എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു പെർഫോമൻസ് ആണ് ഇനീഷ്യലി നമ്മൾ ആ ആശയത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നത്. കാരണം അവിടെ നിന്നാണ് ആ ഇമോഷൻ ക്യാരി ചെയ്യുന്നത്. ആ ഇമോഷൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ട് അതിൻ്റെ എൻഡ് വരെ നമ്മൾ ആ ഇമോഷനിലാണ് ഈ കണ്ടന്റ് നമ്മളെ ഉള്ളിലേക്ക് അങ്ങ് കടത്തി വിടുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ലിഫ്റ്റ് മൂവ്മെൻ്റ് ആയിരുന്നു ആ സിനിമയെ സംബന്ധിച്ച്. നമ്മളത് ആ ഇമോഷൻ്റെ പുറത്താണ് ആ സിനിമ കണ്ട് തീർക്കുന്നത്. സോ അത് കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നതും ആ ഇമോഷനാണ്. ആ ഇമോഷൻ്റെ പുറത്താണ് ഈ ആശയത്തിൻ്റെ വ്യാപ്തി നമ്മളിലേക്ക് എത്തിക്കുന്നത്. സോ അതൊരു ഫീല് തന്നൊരു മൂമെൻ്റ് ആണ്. അപ്പോൾ ആ ആശയം എത്രത്തോളം ഡീപ്പായിട്ട് നമ്മളിലേക്ക് കയറുന്നത് ആ ഒരു ഇമോഷൻ്റെ പുറത്താണ്. അത് ആ സിനിമയെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും മീനാക്ഷി കഴിഞ്ഞ ദിവസം തന്നെ ഒരു അവാർഡും കിട്ടിയിരുന്നു. ആ ഒരു പ്രകടനത്തിന് നല്ല രീതിയിലുള്ള ഒരു അംഗീകാരമായിട്ട് അതായത് ഉറപ്പായിട്ടും ആ പ്രകടനം സിനിമ കണ്ട എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഉറപ്പായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു പ്രകടനം തന്നെയാണ്. അതുപോലെ രഞ്ജിത്തിന്റെ അഭിനയം ഉണ്ടായിരുന്നു. അത് പിന്നെ സിനിമയുടെ നായകനാണ്, സിനിമയുടെ നട്ടെല്ലാണ്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും ഇതുവരെയും കണ്ട രഞ്ജിത്തിൻ്റെ സിനിമകളിൽ നിന്നും മാറി കുറച്ചുകൂടി ഇമോഷണലായിട്ട് എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് ഇത്രയധികം ഇമോഷണലായിട്ട് പെർഫോം ചെയ്തേക്കുന്ന ഒരു സിനിമ ഇതായിരിക്കും. സോ ആ ഒരു ഇമോഷൻ കൃത്യമായിട്ട് സ്ക്രീനിൽ വർക്ക് ആയിട്ടുണ്ട്. മാത്രമല്ല ജോണി ചേട്ടനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. ജോണി ചേട്ടൻ ഒരു ഒരു ക്യാരക്ടർ പിടിച്ചേക്കുന്ന ഒരു സിനിമയാണ്. ജോണി ചേട്ടൻ്റെ പേഴ്സണലി അടുത്ത് പരിചയമുള്ള ഒരാളാണ്. ജോണി ചേട്ടൻ്റെ പല ഇമോഷൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഫൺ പാട്ടാണ് കണ്ടിട്ടുള്ളത്. പേഴ്സണൽ ലൈഫിലാണെങ്കിലും സ്ക്രീനിലാണെങ്കിലും അവിടെ നിന്നൊക്കെ മാറി ഒരു മുഴുനീള ക്യാരക്ടർ അതും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അച്ഛൻ മകൻ ബന്ധം അത് വളരെ നന്നായി തന്നെ സ്ക്രീനിൽ വന്നിട്ടുമുണ്ട്. ജോണി ചേട്ടൻ്റെ ഇമോഷൻസ് ഒക്കെ നന്നായി വർക്കായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ജോണി ചേട്ടൻ്റെ ആ ഇമോഷൻ നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി ഒരു ഇമോഷണൽ പാക്ഡ് സിനിമയാണ്. ഇത്രയും നല്ലൊരു ആ ഇമോഷനിൽ നിന്ന് ഇത്രയും നല്ലൊരു ആശയം പറഞ്ഞ സിനിമ കൂടിയാണ്. ഉറപ്പായിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമ തന്നെയായിരിക്കും. ഓക്കെ, താങ്ക് യു സർ.
അതെ, ഇപ്പം ഞാൻ കുറച്ചു അടുത്ത് പറഞ്ഞായിരുന്നു, ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇത്. ഈ സിനിമയിലൂടെ കൂടുതൽ ചർച്ച ചെയ്യട്ടെ എന്നുള്ളതാണ് ഈ സിനിമ ഉണ്ടാവും. ഞങ്ങളെല്ലാവരും അടുത്തുള്ളവരെല്ലാവരും അത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ഈ സിനിമയും ഈ സിനിമയിലെ വിഷയങ്ങളും ചർച്ചയാവും. ഇതിൽ അഭിനയിച്ച മൂസി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൻ ഇതിനകത്തൊരു നല്ലൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി അവന് ഇങ്ങനെ ഒരു ആക്ടർ എന്ന നിലയിൽ അവൻ ഗ്രോ ചെയ്യുന്ന കാണാൻ. സോ മൊത്തത്തിൽ പേഴ്സണലി ഹാപ്പി. യാ, നിങ്ങൾ വിളിച്ചായോ? ഞാൻ ഈ സിനിമ റിവ്യൂ അടക്കം ഇപ്പം 5ാമത്തെ പ്രാവശ്യമാണ് ഈ സിനിമ കാണുന്നത്. ഇത് ഓരോ പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് അതിനോടൊരു ഇഷ്ടം കൂടുതൽ തോന്നുകയാണ്. അതിനൊരു സോഷ്യൽ മെസ്സേജ് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് ഇതിനെനിക്ക് തോന്നിയത്. വളരെയധികം സന്തോഷമാണ് ഇങ്ങനൊരു സിനിമ കണ്ടിറങ്ങുമ്പോൾ. അവസാനമൊക്കെ കാണുമ്പോൾ നമുക്ക് കരയാണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിനോട് നീതി പുലർത്തുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണേണ്ട സിനിമയാണ് വീക്കോട്. സിനിമാറ്റോഗ്രാഫറിൻ്റെ പേര് ഷിനോജ് അയ്യപ്പൻ എന്നാണ്. അദ്ദേഹം ഇതിഹാസയുടെ ഒക്കെ ക്യാമറമാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. വളരെയധികം നല്ല രീതിയിലാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇത് കട്ട് ചെയ്യുക. ജസാർ എന്നോട് പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നിട്ട് കൈ തന്നു. എന്നോട് പറഞ്ഞു നല്ല സിനിമയായിരുന്നു കേട്ടോ. ഈ കാലഘട്ടത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്, ഫാമിലി സിനിമകളൊക്കെ. കാരണം വേറെ ടൈപ്പ് ഓഫ് സിനിമകളാണ് കൂടുതൽ. അപ്പോൾ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ അത് സംഭവിച്ചു നിൻ്റെ സിനിമയിൽ. വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ ബ്ലെസ്സാർ എന്നൊക്കെ പറഞ്ഞാൽ അന്നോട്ട് ഈ കാഴ്ച തൊട്ട് തന്മാത്ര തൊട്ട് നമ്മൾ അങ്ങനെ ഒരു ആരാധിക്കുന്ന ആളെ അത്ര നേരം സംസാരിക്കാൻ പറ്റിയത് ഭയങ്കരധികം സന്തോഷം. വളരെ നല്ല പടമായിരുന്നു. എനിക്കൊരു നോർമൽ ഒരു സിനിമയെക്കാളുപരി ഇതിൽ കൈകാര്യം ചെയ്ത വിഷയം വളരെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അതിന് ഒരു രസകരമായ കഥയിലൂടെ ഒരു നല്ലൊരു സാമൂഹിക ഒരു പ്രസക്തിയുള്ള വിഷയം നല്ല അവതരിപ്പിച്ചു. നല്ല ടെക്നീഷ്യന്മാരെ, എല്ലാ നല്ല ക്യാമറ വർക്കും കാര്യങ്ങളും ഡയറക്ഷനും ഒപ്പം നല്ല ആർട്ടിസ്റ്റുകൾ എല്ലാവരും വളരെ നന്നായി ചെയ്തു. വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള അതേസമയം തന്നെ വളരെ റിലവൻ്റ് സബ്ജക്റ്റ് കാര്യം ചെയ്തു. എല്ലാവരും കാണണമെന്ന് ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാണ്. തിയേറ്ററിൽ ഉടനെ തന്നെ പോയി കാണണം. കാണാത്തവർ ഇനി വെച്ച് താമസിപ്പിക്കരുത്. ഇങ്ങനത്തെ ഒരു മെസ്സേജുള്ള പടത്തേക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഗുഡ് ഫിലിം, നൈസ്, ഗുഡ് മെസ്സേജ്. എന്താ കേട്ടില്ല? നല്ല സിനിമ, നല്ല സിനിമ, അടിപൊളി മെസ്സേജ്, നല്ല മെസ്സേജ് ഒക്കെ നല്ല സിനിമയാണ്. നല്ല സിനിമ.